ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് എങ്ങനെ ഭക്തി കണ്ടിന്യൂസായി നിലനിർത്താം, അതായത് അതിനൊരു സ്റ്റെബിലിറ്റി എങ്ങനെ നിലനിർത്താം എന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ഭക്തനാണെന്ന് ഭക്തനോ ഭക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നാമം ജപിക്കുന്നൊരു വ്യക്തിയായിരിക്കണം. എങ്കിലേ നമുക്ക് ഭക്തൻ എന്ന് പറയാൻ അവകാശപ്പെടുള്ളൂ. ഓക്കെ, മാത്രമാണ് നമ്മൾ പതിയെ ഭഗവാനുമായി കണക്റ്റ് ആവുന്നത്. അതോടൊപ്പം തന്നെ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങി സ്വാമി പ്രഭുപാദർ ഭക്തി നമ്മുടെ ഇസ്കോണിൻ്റെ സ്ഥാപകാചാര്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം കൃഷ്ണ അവബോധത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം രചിക്കപ്പെട്ടിട്ടുണ്ട്, നമുക്കായിട്ട്, മാനവരാശിക്കായിട്ട്. അപ്പോൾ ഒരു ഭക്തനായിട്ടുള്ള വ്യക്തി എപ്പോഴും ഈ സേവനങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലാതെ നമുക്ക് എവിടെയും അവകാശപ്പെടാൻ സാധിക്കുകയില്ല നമ്മൾ ഭക്തനാണെന്നോ അല്ലെങ്കിൽ ഭക്തിയാണെന്നുള്ളത്. കാരണം കലിയുഗമെന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, സമൂഹത്തിൽ, കുടുംബത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ നാമം ജപിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിൽ അകപ്പെട്ടു പോകും. ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത വിധത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് നമ്മൾ നിരന്തരമായി ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതിന് മുന്നാടിയായി നമ്മൾ ഒരു ഗുരുവിനെ നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഗുരുവിൻ്റെ ഒരിക്കലും ഭഗവാനുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കണക്റ്റ് ആവാൻ പറ്റില്ല. കാരണം നമുക്കതിനുള്ള പുണ്യമില്ല. ഗുരുവിൻ്റെ കാരുണ്യത്തിൽ കൂടിയാണ് നമ്മൾ എപ്പോഴും ഭഗവാനുമായി കണക്റ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവരും നിരന്തരം നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.